എല്ലാവർക്കും മെയിൻസിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ നോക്കാം. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, സുമൻ എന്ന് പറയുന്ന ഒരാളുടെ പ്രൊജക്ട് റിപ്പോർട്ടാണ്. 25 പേജുണ്ട്. ഓരോന്നിലും 60 ലൈന്, ഓരോ ലൈനിലും 75 ക്യാരക്ടർ വെച്ച്. ഇനി ലൈൻസ് കുറഞ്ഞ 55 പക്ഷേ ഓരോ ലൈനിൽ വരുന്ന ക്യാരക്ടർ 90 ആയി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പേജസിൽ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഓൾറെഡി 25 പേജല്ലേ ഉണ്ടായിരുന്നത്. ആ 25 പേജിൽ ഓരോ പേജിലും 60 ലൈൻ, ഓരോ ലൈനിലും 75 ക്യാരക്ടർ. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് ഓൾറെഡി ഉണ്ട്. ഇനി ഇത്രയും ക്യാരക്ടേഴ്സ് 55 ലൈനിൽ ഓരോ ലൈനിലും 90 വെച്ച് ഇത് ചെയ്താൽ എത്ര പേജ് ഇപ്പോൾ ഉണ്ടെന്ന് കിട്ടും. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേനും 5 × 11, 5 × 15, 3 × 5. ഇനി വേറെ ഒന്നും വെട്ടാനില്ല. 250/11 വരത്തില്ലേ? 250/11 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 22, പിന്നെ 3, അപ്പോഴും 22, ബാക്കി 8/11. ഇത്രയും പേജസ് അവിടെ ഉണ്ടാവും. ഇനി അസ്യൂം നമ്പർ ഓഫ് പേജസ് ടു ബി എ ഹോൾ നമ്പർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോണേ, ഇത്രയും പേജ് മതി. അതിൻ്റെ അടുത്ത് 22 ഫുൾ പേജും പിന്നെ ഒരു പേജിന് 8/11 പോർഷൻ മതി എന്നാണ്. ഒരു പേജിന് 8/11 പോർഷൻ മതി എന്ന് പറഞ്ഞാൽ ഒരു പേജും കൂടെ വേണമല്ലോ. അപ്പോൾ മൊത്തം എത്ര പേജ് വേണം? 23 പേജ് വേണ്ടേ? പറഞ്ഞ് മനസ്സിലായോ? മൊത്തം 23 പേജ് വേണം. കാരണം നമ്പർ ഓഫ് പേജസ് ഓൾ നമ്പേഴ്സ് എടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പേജസിലൊന്ന് പെർസെൻറ്റേജ് ചേഞ്ച് എത്ര? പണ്ട് 25 പേജ് വേണം, ഇപ്പോൾ 23 പേജ് വെച്ച്. എത്ര കുറഞ്ഞു? 2 കുറഞ്ഞു. ഔട്ട് ഓഫ് 25 × 100 എത്ര ശതമാനം ഡ്രോപ്പ് ആവും? 8% ഡ്രോപ്പ് ആവും. അപ്പോൾ ഇവർ -8% കൊണ്ട് ഉദ്ദേശിക്കുന്നത് 8% ഡ്രോപ്പായി എന്നുള്ള സെൻസിലാണ്. ഓക്കെ, അപ്പോൾ എത്ര ശതമാനം കുറഞ്ഞത്? 8% കുറഞ്ഞു. ക്ലിയർ ആണോ സംഭവം എല്ലാവർക്കും? രണ്ടാമത്തെ ക്വസ്റ്റിലോട്ട് പോകാം നമുക്ക്. വിഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിനെ വെച്ച് ആളുടെ ബേസിക് സാലറി വരുന്നത് 1200 പെർ മന്ത്. ഇനി ഒരു കണ്ടീഷനുണ്ട്. എല്ലാ സെയിലിലും, അതായത് 10,000-ന് മേലെ വരുന്ന സെയിലിൻ്റെ അകത്ത് ഇയാൾക്ക് 50% ഓഫ് ബേസിക് സാലറിയും പ്ലസ് 10% ഓഫ് ദ സെയിൽസും അയാൾക്ക് റിവാർഡ് ആയിട്ട് കിട്ടും. ദർ ഇസ് നോ ഇൻസെൻറ്റീവ് ഫോർ ദ ഫസ്റ്റ് 10,000 ഓഫ് സെയിൽ. അപ്പോൾ അയാളിപ്പോൾ ഒരു 10,000 രൂപയുടെ സാധനം വിറ്റു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 12,000 രൂപയുടെ സാധനം വിറ്റു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ബേസിക് സാലറി പ്ലസ് 50% ഓഫ് ബേസിക് സാലറി പ്ലസ് സെയിലിൻ്റെ റിവാർഡ് ആയിട്ട് കിട്ടും. അതായത് 10,000-ന് മേലെയുള്ള സെയിലിൻ്റെ 10% അയാൾക്ക് റിവാർഡ് ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ 7,600 രൂപ ഒരാൾക്ക് ഏൺ ചെയ്യണമെങ്കിൽ എത്ര രൂപ അയാളുടെ സെയിൽസ് ഉണ്ടാക്കണം എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി, 7,600 രൂപ അയാൾക്ക് കിട്ടണമെങ്കിൽ ബേസിക് സാലറി 1,200 ഉള്ളൂ. അപ്പോൾ എന്തായാലും 10,000-ന് മേലുള്ള സെയിൽ പോകണം. ഈ 7,600-നകത്ത് 10,000-ന് മേലുള്ള സെയിൽ പോകുകയാണെങ്കിൽ 1,200 പ്ലസ് 50% ബേസിക് സാലറി കിട്ടത്തില്ലേ? 1,600 ബേസിക് സാലറി 50%, അത് 600. അപ്പോൾ മൊത്തം 1,800 രൂപ. ഓക്കെ, 1,800 രൂപ അയാൾക്ക് ബേസിക് സാലറിയുടെ ബേസിക് പേയുടെ ആ ഒരു പോർഷനായിട്ട് കിട്ടും. ബാക്കി എത്രയുണ്ട്? ബാക്കി ഒരു 800-ഉം പിന്നെ ഒരു, അപ്പോൾ ഇത് 2 ആയില്ലേ, 5. ബാക്കി 5,800 അയാൾക്ക് 10,000-ന് മേലെയുള്ള സെയിലിൻ്റെ 10% ആയിരിക്കും. ഇത് 10,000-ന് മേലെയുള്ള 10% ആണെങ്കിൽ 10,000-ന് മേലെ എത്ര സെയിൽ ഉണ്ടായിരിക്കണം? 58,000 സെയിൽ ഉണ്ടായിരിക്കണ്ടേ? ഓക്കെ, ഇനി ആദ്യത്തെ 10,000-ന് അയാൾക്ക് എന്ത് കിട്ടത്തില്ല? ഇൻസെൻറ്റീവ് കിട്ടത്തില്ല. അപ്പോൾ ടോട്ടൽ സെയിൽ എന്ന് പറഞ്ഞാൽ പ്ലസ് 10,000 ആയിരിക്കും. അതായത് 68,000 ആയിരിക്കും ആൻസർ. നൺ ഓഫ് ദീസ് ആണ് ആൻസർ വരിക. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. നേഹയുടെ കയ്യിലൊരു വാച്ചുണ്ട്. അത് ഓരോ മണിക്കൂറിലും 2% വെച്ച് ഗെയിൻ ആവും. അത് ഓരോ മണിക്കൂറിലും 2% വെച്ച് സമയം കൂടിക്കൊണ്ടിരിക്കും അതിനകത്ത്.
വെൻ ദ ടെമ്പറേച്ചർ ഇസ് ഇൻ ദ റേഞ്ച് ഓഫ് 40-50 ഇറ്റ് ലോസസ് അറ്റ് ദ സെയിം റേറ്റ് വെൻ ദ ടെമ്പറേച്ചർ ഇസ് ഇൻ ദ റേഞ്ച് ഓഫ് 20-30. അതായത് 40-50 ടെമ്പറേച്ചർ വരുമ്പോൾ ഓരോ മണിക്കൂറിലും 2% വെച്ച് സമയം കൂടും. സക്സസീവായിട്ടല്ല, നോർമലായിട്ട്. അതുപോലെ തന്നെ 20-30 റേഞ്ച് വരുമ്പോൾ അത് ആ റേറ്റിൽ തന്നെ കുറയും. ഇനി വാച്ച് നോർമൽ ടൈം തന്നെ ബാക്കി ടെമ്പറേച്ചർ റേഞ്ചിൽ ഓടും. അപ്പോൾ ഈ 2 ടെമ്പറേച്ചർ വരുമ്പോഴാണ് സമയം കൂടുകയും കുറയും ചെയ്യുക. ഇനി 2% പെർ അവർ എന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. അതായത് 1 മണിക്കൂർ ആകുമ്പോഴത്തേനും 2% സമയം ഫ്രണ്ടിലോട്ട് പോകും. അങ്ങനെ അപ്പോൾ പെർ അവർ വെച്ചിട്ടാണ് ഈ പെർസെൻറ്റേജ് പോകുന്നത്. അത് ഞാൻ പറഞ്ഞ സക്സസീവ് ആയിട്ട് എടുക്കേണ്ടത്, നോർമലായിട്ട് പോയാൽ മതി. ഓക്കെ. ഇനി ഒരു സണ്ണി ഡേയിൽ ടെമ്പറേച്ചർ 8 മണി തൊട്ട് കൂടാൻ തുടങ്ങി. 2 ഡിഗ്രി വെച്ചാണ് ടെമ്പറേച്ചർ കൂടുന്നത്. ഉച്ച കഴിഞ്ഞപ്പോൾ അത് കുറയാൻ തുടങ്ങി. ഇനി 7 PM കാണിക്കുന്ന സമയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാവിലെ 8 AM ടെമ്പറേച്ചർ 32 ഡിഗ്രിയും 4 PM ടെമ്പറേച്ചർ 40 ഡിഗ്രിയും ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു ക്ലോക്ക് എങ്ങനെ പോകുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് പോകാം. നമ്മുടെ ക്ലോക്ക് എങ്ങനെ വരും? ഇവർ പറഞ്ഞിരിക്കുന്നത് രാവിലെ 8 മണിക്ക് ടെമ്പറേച്ചർ 32 ഡിഗ്രി ആയിരുന്നു. 32, 4 മണിക്ക് 4 PM 40 ഡിഗ്രി. ഓക്കെ. ഇവർ പറഞ്ഞിട്ടുണ്ട് 8 മണിക്ക് തൊട്ട് ടെമ്പറേച്ചർ കൂടണം 2 ഡിഗ്രി വെച്ച്. അപ്പോൾ 8 മണിക്ക് 32 ആണെങ്കിൽ 9 മണിക്ക് 37, 10 മണിക്ക് 36, 11 മണിയാകുമ്പോഴത്തേനും 38, 40. ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ 40 ആവത്തില്ല. അപ്പം 42, 44, പിന്നെ കുറയുവാണെങ്കിൽ 42, 40. ഓക്കെ. ഇനി നമുക്കറിയേണ്ടത് 7 PM എത്രയായിരിക്കും എന്നല്ലേ. ഇനി കുറഞ്ഞു വരട്ടെ, കാരണം ആഫ്റ്റർനൂൺ ടെമ്പറേച്ചർ കുറയുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു 38, ഇവിടെ ഒരു 36, ഇവിടെ ഒരു 34. ഓക്കെ. അപ്പോൾ രാവിലെ ടെമ്പറേച്ചർ കൂടി വരും, ആഫ്റ്റർനൂൺ അത് കുറഞ്ഞു വരും. ഇനി ഇവിടുത്തെ 40ഉം ഇവിടുത്തെ 32 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരുന്ന രീതിയിൽ വേണം നമ്മൾ ആ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാനായിട്ട്. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ പോയിട്ട് പിന്നെ കുറച്ചത്, എന്നാലേ നടക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ടെമ്പറേച്ചർ കിടക്കുന്നത്. നമുക്കിനി ടൈമിൽ വരുന്ന വ്യത്യാസമല്ല അറിയേണ്ടത്. ടൈം ഓരോ മണിക്കൂറിലും 2 വെച്ച് കൂടും അല്ലെങ്കിൽ 2 വെച്ച് കുറയും. 2 വെച്ച് കൂടുന്നത് ഏത് റേഞ്ച് വരുമ്പോഴാണ്? 40 to 50 വരുമ്പോഴല്ലേ കൂടുന്നത്. ഇനി കുറയുന്നത് എപ്പോഴാണ്? 20 to 30 റേഞ്ചിൽ നിൽക്കുമ്പോഴാണ് ടെമ്പറേച്ചർ കുറയുന്നത്. ഓക്കെ. അപ്പോൾ 40-50 വരുന്നത് എവിടെ തൊട്ടാണ്? ഇതിവിടെയാണ് 40 വരുന്നത്. 40, 42, 40, 42, 44, 42, 40. ഓക്കെ. ഇനി 20-30 റേഞ്ച് വരുവാണെങ്കിൽ ടെമ്പറേച്ചർ കുറയും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 20-30 റേഞ്ച് എവിടെയെങ്കിലും ഉണ്ടോ? ഒരിടത്തുമില്ല അല്ലേ. അപ്പോൾ 40-50 റേഞ്ചിൽ കൂടും, 20-30 റേഞ്ചിൽ കുറയും, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 20-30 റേഞ്ച് ഒരിടത്തും ഇല്ല ടെമ്പറേച്ചർ, 40-50 റേഞ്ച് ടെമ്പറേച്ചറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തായിരിക്കും ടെമ്പറേച്ചർ കൂടുക. ഓക്കെ. അപ്പോൾ നോക്കി എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കി ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നത്. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. അപ്പം മൊത്തം 4 മണിക്കൂറുണ്ട് ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നത്. 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂറിലും 2% വെച്ചല്ലേ ടെമ്പറേച്ചർ കൂടുന്നത്. അപ്പോൾ 1 മണിക്കൂറിൽ 2% കൂടും. അപ്പോൾ 4 മണിക്കൂറിൽ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ അല്ല, ടൈം 8% കൂടത്തല്ലേ മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ സമയം നോക്കുന്നത് എപ്പോഴാണ്? 7 മണിക്കാണ്. നമ്മൾ 7 മണിക്ക് സമയം നോക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു 8% ഓഫ് 1 അവർ, ഒരു 1 അവറിൻ്റെ 8% കൂടെ കൂടിയിട്ടുണ്ടാവും. ഓക്കെ. കാരണം ഓരോ മണിക്കൂറിൻ്റെ 2% വെച്ച് കൂടും.
അങ്ങനെ 4 തവണ കൂടുമ്പോൾ 8% കൂടും 1 മണിക്കൂറിൻ്റെ. ഓക്കെ, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? 60 മിനിറ്റിൻ്റെ 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.8 മിനിറ്റ്. അപ്പോൾ 7 മണിക്കൂർ 4 മിനിറ്റ്. ഇനി 0.8 മിനിറ്റിനെ നമുക്ക് സെക്കൻഡിലോട്ട് മാറ്റാം. 0.8 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 0.8 48 വരത്തില്ലേ? അപ്പോൾ 7 അവർ 4 മിനിറ്റ് 48 സെക്കൻഡ്. അതായിരിക്കും എല്ലാം കഴിഞ്ഞ ആൻസർ വരെ. ക്ലിയർ ആണോ? അടുത്ത ദിവസത്തിലോട്ട് പോവുകയാണേ. പിന്നെ ലാപ്ടോപ്പ് മാർക്കറ്റ് ഓൺലി 3 കോമ്പറ്റീറ്റേഴ്സ്. 3 ടൈപ്പ് ലാപ്ടോപ്പ് മാത്രമേ ഉള്ളൂ. ലെനോവോ, ആപ്പിള്, സാംസങ്. ലാസ്റ്റ് ഇയർ ആപ്പിളിൻ്റെ സെയിൽ ലെനോവോക്കാളും 10% കൂടുതലായിരുന്നു. ആപ്പിളിൻ്റെ സെയിൽ ലെനോവോനേക്കാളും 10% കൂടുതലായിരുന്നു. ദിസ് ഇയർ ബോത്ത് ലെനോവോ ആൻഡ് ആപ്പിൾ ഇൻക്രീസ് ദ റെസ്പെക്റ്റീവ് സെയിൽസ് ബൈ 20%. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 100 കൊടുക്കാം. രണ്ടുപേരും 20% കൂട്ടി എന്ന് പറയുമ്പോഴത്തേനും 110ൻ്റെ 20% 22 ആണ്. അത് ആടിയുമ്പോൾ 132 ആണ്. ഇനി ദിസ് ഇയർ സെയിൽസ് ഓഫ് ദ ഫേം ആപ്പിൾ ആർ 5 times ദാറ്റ് ഓഫ് സാംസങ്. ഈ വർഷം ആപ്പിളിൻ്റെ സെയിൽ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ സെയിലിൻ്റെ 5 times ആണ്. അപ്പോൾ ഇത് 132/5 ആയിരിക്കത്തില്ലേ? 132/5 എന്ന് പറയുന്നത് 26.4 ആണ്. ഓക്കെ, ഇനി ഹൗ മച്ച് വെയർ സെയിൽസ് ഓഫ് ദ ഫേം സാംസങ് ലാസ്റ്റ് ഇയർ? പെർസെൻറ്റേജിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് ടോട്ടൽ സെയിൽ റിമെയിൻഡ് കോൺസ്റ്റൻറ്റ് ഓവർ ദ 2 year പീരീഡ്. അപ്പോൾ 2 സ്ഥലത്തുള്ള ടോട്ടൽ സെയിൽ സെയിം ആണെങ്കിൽ പണ്ടത്തെ സാംസങ് എത്ര പെർസെൻറ്റേജ് ആയിരുന്നു ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ? 252 26 278.4 വരും. അപ്പോൾ മേളത്തെ സാംസങ് കിട്ടണമെങ്കിൽ ടോട്ടലിൽ നിന്ന് ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് കുറച്ചാൽ മതി. ഓക്കെ, 210 കുറയുമ്പോൾ 0.4 പിന്നെ ഒരു 68. അപ്പോൾ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 68.4 ഡിവൈഡഡ് ബൈ 278.4 ഇൻറ്റു 100 ചെയ്ത് എന്താവും? ആൻസർ ആവും. നമുക്ക് അപ്രോക്സ് പെർസെൻറ്റേജ് അല്ലേ വേണ്ടത്? അപ്രോക്സ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡിനോമിനേറ്ററിൻ്റെ പെർസെൻറ്റേജ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, 68 70 ഇൻറ്റു 4 ചെയ്താൽ 28 അല്ലേ? ഇപ്പോൾ ഏകദേശം നിങ്ങളൊരു 278.4ൻ്റെ 25% എടുത്ത് നോക്കി. 24 4 9 36 പിന്നെ 2 69.6 തോന്നില്ലേ? അതായത് ഇതിൻ്റെ 25% എടുത്താൽ ഏകദേശം 69.6 ആണ്. ഓക്കെ ആണോ? അത് ഇതിനേക്കാളും എത്ര വ്യത്യാസമുണ്ട്? ജസ്റ്റ് ഒരു 1.1ൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 25 വരത്തില്ല, അറൗണ്ട് 24 പോയിൻറ്റ് സംതിങ് ആയിരിക്കും ഓൾമോസ്റ്റ് വരാൻ പോകുന്നത്. ഓക്കെ, റെഡിയാണോ? അപ്പോൾ 24 പോയിൻ്റ് ആണെങ്കിൽ അപ്രോക്സിമേറ്റ് നമുക്ക് 25% മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായിരിക്കും ആൻസർ. ഇനി ഈ നൺ ഓഫ് ദീസിന് പകരം നമുക്കൊരു യൂഷ്വലി അപ്രോക്സിമേഷൻ വരുന്ന സമയത്ത് നൺ ഓഫ് ദീസിന് പകരം ഒരു ഡിജിറ്റാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു നമ്പർ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ വലിയ വിഷയമില്ല, നമുക്ക് ഏകദേശം 25% അടുത്ത് വന്നിട്ടില്ലേ? സോ അപ്രോക്സിമേറ്റ്ലി 25% നമുക്ക് വിളിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവുകയാണേ. 2 ജാറുണ്ട്. 2 ജാറിൽ ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് 40% ഓഫ് ആൽക്കഹോൾ ഉണ്ട്. സോ അത് ചേഞ്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഫസ്റ്റ് ജാർ ടു 50% ബൈ ആഡിങ് എക്സ്ട്രാ ക്വാണ്ടിറ്റി ഓഫ് പ്യൂർ ആൽക്കഹോൾ. സൊനാലി കോൺസെൻട്രേഷൻ മാറ്റി എങ്ങനെയാണ്? 50% മാറ്റി, പക്ഷേ റീപ്ലേസ് ചെയ്തിട്ടാണ് മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ ബൈ വാട്ട് പെർസെൻറ്റേജ് ക്വാണ്ടിറ്റി ഓഫ് ആൽക്കഹോൾ ബൈ സ്വാതി മോർ ദാൻ ദാറ്റ് റീപ്ലേസ്ഡ് ബൈ സൊനാലി? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൾ അത് നമുക്ക് അലിഗേഷൻ ചെയ്യാം. ആദ്യത്തെ ആൾ 40% ആൽക്കഹോൾ ഉണ്ടായിരുന്നു, അതിനകത്തോട്ട് 100% ആൽക്കഹോൾ ആഡ് ചെയ്തിട്ട് കോൺസെൻട്രേഷൻ എത്രയാക്കി? 50 ആക്കി. അപ്പോൾ ഇയാൾ ആഡ് ചെയ്ത റേഷ്യോ 5:1 ആണ്. അതവിടെ കിടക്കട്ടെ. രണ്ടാമത്തെ ആൾ ഓക്കെ, അല്ലെങ്കിൽ ഇത് 50ഉം 10ഉം. ഓക്കെ, അപ്പോൾ 50 അവരെ അങ്ങനെ കിടക്കട്ടെ. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ആൽക്കഹോൾ വാട്ടർ റേഷ്യോ എന്ന് പറയുന്നത് 40% അല്ലേ? 40-60 ഇതാണ് ആൽക്കഹോൾ വാട്ടർ റേഷ്യോ. ഇപ്പോൾ അയാൾ റീപ്ലേസ് ചെയ്ത് 50% ആക്കിയില്ലേ? അപ്പോൾ ആൽക്കഹോൾ വാട്ടർ റേഷ്യോ 50-50 ആയിരിക്കും. ഓക്കെ,
ഇനി നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ വാട്ടറാണ് തിരിച്ച് ആഡ് ചെയ്യുന്നത്. ആൽക്കഹോൾ വെച്ചല്ലേ റീപ്ലേസ് ചെയ്തത്. അപ്പോൾ വാട്ടർ അവിടെ കുറയും അല്ലേ. ആദ്യം ഇവർ അതിൽ നിന്ന് എത്രയാണ്ടോ എടുക്കും, എന്നിട്ട് അതിനകത്തോട്ട് എന്ത് ചെയ്യും, കുറച്ച് ആൽക്കഹോൾ റീപ്ലേസ് ചെയ്യും. അപ്പോൾ നോക്കിക്കോണേ, ആൽക്കഹോൾ കുറഞ്ഞിട്ട് കൂടും, പക്ഷേ വാട്ടർ കുറഞ്ഞിട്ട് അങ്ങനെ തന്നെ നിൽക്കും. വാട്ടറിൽ എന്തുവരെ കുറഞ്ഞേക്കുന്നത് നോക്കി, 10 അല്ലേ കുറഞ്ഞിരിക്കുന്നത്, ഔട്ട് ഓഫ് 60. ഈ ഫ്രാക്ഷനിലാണ് അവർ എന്തെടുത്തിരിക്കുന്നത്, ഈ ഫ്രാക്ഷനാണ് ഒരു വാട്ടർ എടുത്തിരിക്കുന്നത്, ഈ ഫ്രാക്ഷൻ തന്നെ ടോട്ടലിൽ നിന്ന് എടുക്കും. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ആദ്യത്തെ ആൾ ആഡ് ചെയ്തത് രണ്ടാമത്തെ ആൾ റീപ്ലേസ് ചെയ്തതിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണെന്ന് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാര്യം വിചാരിക്കാം, നമ്മുടെ പാത്രത്തിലുണ്ടായിരുന്നത്, പാത്രത്തിലുണ്ടായിരുന്നത് ഇതല്ലേ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 50 എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ടോട്ടൽ വോളിയമാണ്. ഓക്കെ ആണോ? 50 എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ടോട്ടൽ വോളിയമാണ്. 50 ലിറ്ററാണ് ടോട്ടൽ വോളിയെങ്കിൽ അയാൾ ആഡ് ചെയ്ത ആൽക്കഹോൾ 10 ലിറ്റർ ആയിരിക്കും. ഓക്കെ, 50 ലിറ്ററാണ് ടോട്ടൽ വോളിയെങ്കിൽ അയാൾ ആഡ് ചെയ്തത് 10 ലിറ്റർ ആയിരിക്കും. ഇനി 50 ലിറ്ററാണ് ടോട്ടൽ വോളിയെങ്കിൽ ഈ ഫ്രാക്ഷനിലാണ് രണ്ടാമത്തെ ആൾ റീപ്ലേസ് ചെയ്തത്. അപ്പോൾ 50ൻ്റെ 10/60 50/6 ലിറ്ററാണ് ഇയാൾ റീപ്ലേസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് സ്വാതി റീപ്ലേസ് ചെയ്തത് സൊനാലി റീപ്ലേസ് ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ശതമാനം കൂടുതലാണെന്നല്ലേ. സ്വാതി 10 ലിറ്ററും ഇയാൾ 50/6 റീപ്ലേസ് ചെയ്തത്. നമ്മൾ ഫ്രാക്ഷൻ എടുക്കുമ്പോഴത്തേന് 6/5 എന്ന് വരത്തില്ലേ. ഇയാൾക്കാരും അവിടെ എത്ര കൂടുതലുണ്ട്, 1 കൂടുതലുണ്ട് ഔട്ട് ഓഫ് 5. നമുക്ക് 20% കിട്ടും ആൻസർ. ഓക്കെ, ഇനി ഞാൻ ഈ ഫസ്റ്റ് കേസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ സെക്കൻഡ് കേസ് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ മിക്സ്ഡ് ആൻഡ് ഡെലിഗേഷൻ്റെ കൺസെപ്റ്റുകളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ബേസിക്സ് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ വീഡിയോസ് കാണുക. ഓക്കെ, ബിഗിനേഴ്സ് വീഡിയോ സ്റ്റാർട്ടിങ് ലെവലിൽ തന്നെ കാണാതിരിക്കുക. അത്യാവശ്യം ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കണ്ടിന്യൂ കാണുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും വീഡിയോ ഒരു സീരീസ് പോലെ തന്നെ കാണുക. പിന്നെ വീണ്ടും പറയുകയാണ്, ബിഗിനേഴ്സ് വീഡിയോ കാണരുത്. അത്യാവശ്യം പ്രിലിംസ് ലെവൽ കൺസെപ്റ്റുകളെല്ലാം അടിപൊളിയായിട്ട് പഠിച്ച് അത്യാവശ്യം പ്രിലിംസ് എക്സാമൊക്കെ ക്രാക്ക് ചെയ്യുന്ന ലെവലിൽ നിൽക്കുന്നവർ മാത്രം വീഡിയോസ് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഓക്കെ, ബാക്കി നമുക്ക് മറ്റൊരു വീഡിയോ പഠിക്കാം.